ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും അമ്പരപ്പാണ് നിതീഷ് കുമാർ. ബീഹാർ പോലെ എന്നും രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനത്ത് 2 പതിറ്റാണ്ട് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല ആ വ്യക്തിത്വത്തിന്റെ അളവുകോൽ. രാജ്യത്തെ ഏറ്റവും അശരണരായ ജനതയുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് നിതീഷ് കുമാറിന്റെ സവിശേഷത. ഇത് എത്രാമത്തെ തവണയാണ് അധികാരമേൽക്കുന്നതെന്ന് നിതീഷ് കുമാർ സത്യമായിട്ടും ഓർക്കുന്നുണ്ടാവില്ല. കാരണം കുട്ടികളുടേതുപോലെ കുറുമ്പുള്ള ആ മനസ്സിൽ സ്വന്തം കണക്കുകളൊന്നും ഉറച്ചു നിൽക്കില്ല. പക്ഷേ ബീഹാറിലെ ജനതയ്ക്ക് ഇപ്പോഴെന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇടതടവില്ലാതെ 1 മണിക്കൂർ പ്രഭാഷണം നടത്തും. ബീഹാറികൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനും നല്ല തെളിച്ചമുള്ള ഉത്തരം കിട്ടും. അവിടെയാണ് നിതീഷ് കുമാർ എന്ന നയചാതുരിയുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ എപ്പോഴും അജയ്യനായി നിൽക്കുന്നത്. പ്രശാന്ത് കിഷോറിനെ പോലെ വിജയിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർക്ക് പോലും കാലിടറുന്നതും അവിടെയാണ്. സോഷ്യലിസത്തിന്റെ വഴി തെരഞ്ഞെടുത്ത് ജയപ്രകാശ് നാരായണൻ സ്കൂളിന്റെ ഭാഗമാകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ അനേകമുണ്ടായിരുന്നു. ചന്ദ്രശേഖറും രാജ്നാരായണനും മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനുമെല്ലാം. അവരിൽ പലരും ഈ ലോകം തന്നെ വിട്ടു. ലാലു പ്രസാദ് യാദവ് ജയിലിലും പുറത്തുമായി രാഷ്ട്രീയ വനവാസത്തിലും. അടിയന്തരാവസ്ഥയുടെ തീച്ചുളയിൽ രാഗി മിനുക്കിയെടുത്ത ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുമായി ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് നിതീഷ് കുമാർ. ഭയ്യ എന്ന് വിളിക്കേണ്ടവരെ ഭയ്യ എന്നും വിളിച്ചും ജീജി എന്ന് വിളിക്കേണ്ടവരെ ജീജി എന്നും വിളിച്ചും ഈ 74 വയസ്സിലും അവിടെയുണ്ട് നിതീഷ്. 9 വട്ടമാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ നിതിൻ റാം മഞ്ജിയുടെ 9 മാസക്കാലം ഒഴികെ മുഴുവൻ സമയവും നിതീഷ് തന്നെയായിരുന്നു മുഖ്യമന്ത്രി. ലാലുവിന്റെ കൂടെ കൂടിയും BJPയുടെ കൂടെ കൂടിയുമായിരുന്നു ആ ഭരണം മുഴുവൻ. അവസരത്തിനൊത്ത് കളം മാറുന്നതിൽ ഒരു തെറ്റും നിതീഷ് കുമാർ കണ്ടില്ല. കസേരയിൽ ഇരുപ്പുറപ്പിക്കാൻ ചെയ്യുന്നതെന്തും ന്യായമാണെന്നായിരുന്നു ആ നയം. അവിടെ പഴയ സോഷ്യലിസ്റ്റിന്റെ ധാർമ്മികതയേക്കാൾ മുന്നിൽ നിന്നത് അവസരവാദിയുടെ അപ്പപ്പോഴത്തെ ന്യായങ്ങളായിരുന്നു. നിതീഷ് എത്ര വട്ടം എവിടേക്ക് ചാടിയാലും ബീഹാറിലെ ജനത അതൊന്നും കാര്യമാക്കിയില്ല. അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് അവരിൽ ഒരാളായിരുന്നു നിതീഷ്. നിതീഷ് ചെയ്യുന്നതെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർ കണക്കുകൂട്ടി. അങ്ങനെ അവരെ ഒപ്പം കൊണ്ടു നടക്കാൻ നിതീഷ് കഴിഞ്ഞിട്ടേ മറ്റൊരാൾ ബീഹാറിൽ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിൻ അപകടത്തിന്റെ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെച്ച പഴയ സോഷ്യലിസ്റ്റ് റെയിൽവേ മന്ത്രിയിലേക്ക് പിന്നൊരിക്കലും നിതീഷ് മടങ്ങിപ്പോയില്ല. പക്ഷേ ഇക്കാലം മുഴുവൻ നിതീഷ് ബീഹാർ രാഷ്ട്രീയത്തെ പരിവർത്തനം ചെയ്തു. തന്റെ നിലനിൽപ്പിനും പാർട്ടിയുടെ വളർച്ചയ്ക്കുമുള്ള മുഴക്കോൽ പണിതു. രാഷ്ട്രീയത്തിലെ നിതീഷിന്റെ ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയുമായി നിതീഷ് കലഹിച്ചതുപോലെ മറ്റൊരാളും ഇടഞ്ഞിട്ടില്ല. അതേ നിതീഷ് ഇപ്പോൾ മോദിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനാണ്. കേന്ദ്രത്തിൽ മോദിയുടെ ഭരണവും ബീഹാറിൽ നിതീഷിന്റെ ഭരണവും പരസ്പര പൂരകങ്ങളാണ്. രണ്ടിലൊരാളില്ലെങ്കിൽ മറ്റേയാൾക്കും നിലനിൽപ്പില്ലാത്ത സ്ഥിതി. കലഹിച്ചിരുന്ന മോദിയെ ഏറ്റവും ബഹുമാനത്തോടെ പെരുമാറുന്ന ആളാക്കി മാറ്റിയതാണ് നിതീഷ് കുമാർ വരുത്തിയ രാഷ്ട്രീയ പരിവർത്തനം. ആ പരിവർത്തനത്തിന്റെ വിജയമാണ് ബീഹാറിൽ കണ്ടത്. ഇനിയുള്ള 5 വർഷവും നിതീഷ് മാറുമെന്ന് പ്രതീക്ഷിച്ച് മാത്രം ആരും അങ്ങോട്ട് ചെല്ലേണ്ടതില്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.